സോണിമോളെ, ആന്റിക്ക് ഒരു ഉമ്മ തന്നെ. സീത, നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഒന്ന് കഴിക്കാറില്ലേ? എന്നേക്കാൾ ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, എന്നെപ്പോലാണോ നീ? ഒരു കാര്യം, ഞങ്ങളിവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. നമുക്കൊരു പണിയായിട്ട് ഇന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകാം. അയ്യോ, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഇത് കേൾക്കുമ്പോ എനിക്കൊരു മാതിരി. ഒരു ഈവനിങ് ഞങ്ങളോട് ചെലവഴിച്ചുകൊണ്ട് പോകുന്ന പഠിത്തമുണ്ടല്ലോ, അതങ്ങ് പൊയ്ക്കോട്ടെ അല്ലേ സേതുവേട്ടാ? അതെ, കമോൺ സീത. ഹരിയാണ് വിളിക്കുന്നത്. സീതേ, പോയി നല്ല കുട്ടിയായിട്ട് വന്നു. വാ സീതേ. വാ ആന്റി. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളെ പഴമുതിരും ചോലകളിൽ പാടാൻ കഥ പറയാൻ കഥ പറയാൻ കർപ്പൂരം കണ്ണിൽ
ഒരു അബോർഷൻ ആണോ എന്ന് സംശയമുണ്ട്. ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ് ഡോക്ടർ. നിർമ്മലയ്ക്ക് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആവാതെ ചെയ്തു. എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഡോക്ടർ പ്ലീസ്, എന്താണെങ്കിലും തുറന്നു പറയും. സി മിസ്റ്റർ സേതു, നിങ്ങളുടെ മിസ്സസിന്റേത് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ഉണ്ടായ അബോർഷനാണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അബോർഷൻ അത്ര സേഫ് അല്ല. കഴിഞ്ഞ ഡെലിവറിയിൽ തന്നെ ചില കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നായി ഡോക്ടർ റേച്ചൽ പറഞ്ഞു. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഷോക്കോ അതിനെ തുടർന്നുള്ള അഗ്നിയുമാകാം ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. അഡ്വാൻസ് സ്റ്റേജിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ചില അപൂർവം കേസുകളിൽ അത് ഇത്രയും വർഷമാകാറുമുണ്ട്. നിർമ്മലയുടെ ശരീരം തളർന്നുപോയി. ഒരു തരത്തിൽ ഒരു പാരാലിറ്റിക്കൽ സ്ട്രോക്ക്. സംസാരിക്കാനുള്ള ശക്തി വരെ നഷ്ടപ്പെട്ടു. എങ്കിലും കാണാൻ കഴിയും, ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാനും കഴിയും. പക്ഷേ ഒന്നിനൊരു പ്രതികരണം ഉണ്ടാവില്ലെന്ന് മാത്രം. മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് എ വെജിറ്റബിൾ. ചികിത്സിക്കാൻ നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാൻ ചെയ്തു. പക്ഷേ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് ഇപ്പൊ ഉറപ്പ് പറയാൻ പറ്റില്ല. മിസ്റ്റർ സേതു എഡ്യൂക്കേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശദമായി പറയുന്നത്. ട്രീറ്റ്മെന്റ് നടത്താവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ബട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വർഷങ്ങളോളം ഇതേ കണ്ടീഷനിൽ കഴിഞ്ഞെന്ന് വരാം. പെട്ടെന്ന് മോശമാകാനോ അപൂർവം ചിലപ്പോൾ മെച്ചപ്പെടാനോ ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കാവുന്നല്ലാതെ വ്യക്തമായി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ, ഐ മീൻ വി ഡു നോട്ട് ഹാവ് എ ഹോൾഡ് ഓവർ ദ സിറ്റുവേഷൻ. മെഡിക്കൽ സയൻസിനും ചില പരിധികളുണ്ട്. എപ്പോഴായാലും ഈ യാഥാർത്ഥ്യത്തോട് നിങ്ങളിനി പൊരുത്തപ്പെട്ടേ പറ്റൂ. എത്രയും നേരത്തെ കഴിയുന്നു അത്രയും നല്ലത്. ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം? അപ്പോ ചുരുക്കത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. ആ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത്ര ശരിയല്ലെന്ന്. എന്റെ മോന്റെ ജീവിതമാണ് തകരുന്നത്. കൊച്ചുമോക്കാണെങ്കിൽ 3 വയസ്സും. എന്തൊരു തലവിധിയാണെന്ന് നോക്കണം. നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കാമോ? മനുഷ്യത്വം എന്നൊന്നില്ലേ? ഉണ്ട്, ഇല്ലെന്ന് ഇവരാരും പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാര്യത്തിലാണ് വേണ്ടത്, അല്ലാതെ ജീവിച്ചിരുന്നിട്ടും പ്രയോജനം ചെയ്യാത്ത കാര്യത്തിലല്ല. ആ കൊച്ചു കിടപ്പിലായപ്പോ ഈ കിളവൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കും ഡോക്ടർ ഇപ്പൊ ആലോചിക്കുന്നത്. രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരു തെണ്ണുമില്ല. 10 അല്ല 20 കൊല്ലം ചികിത്സിക്കാം. ഇതാണോ സ്ഥിതി? അല്ലല്ലോ. ഇങ്ങനെ 10ഉം 15ഉം കൊല്ലം കിടപ്പി കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ക്ലോസ് ആകുന്ന എത്ര ദിവസമുണ്ട് ഇല്ലേ? കരയാതെ മോളെ, കരയാതെ, കരയാതെ മോളെ.
കരഞ്ഞല്ലോ. കരയണം മോളെ. ആന്റിയുടെ മോളല്ലേ, കരയല്ലേ. നാളെ ആന്റി മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം. ഇപ്പൊ മോൾ ഉറങ്ങും. സേതു, ഞാൻ ഡോക്ടർ വർമ്മയായിട്ട് ഡിസ്കസ് ചെയ്തു. നിർമ്മലയെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ ഹോസ്പിറ്റൽ കിടത്തുന്നതുകൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, എത്ര നാളെന്ന് കരുതിയ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടല്ലോ. സീത ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ. എന്റെ മോള് ദുഃഖിക്കാതെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒക്കെ നേരെയാകും. വേണ്ട മോളെ, എനിക്ക് സുഖമില്ലാത്തല്ലേ. വേണ്ട മോളെ. അമ്മയുടെ ചാച്ചാൻ പോയപ്പോ മുത്തശ്ശി സമ്മതിച്ചില്ല. സാറില്ല മോളെ, അമ്മയുടെ വാവ് മാറട്ടെ. മോക്ക് പിന്നെ ദിവസവും അമ്മയുടെ കൂടെ ചാച്ചാലോ. നല്ല കുട്ടിയല്ലേ, കരയാ. മോളെ നീ തരൂ ചെയ്തല്ലോ. മോളെ, കോളേജിൽ നിന്നും PG കോഴ്സിനുള്ള അഡ്മിഷൻ കാർഡാണ്. എന്റെ ചേച്ചി ഈ നിലയിൽ കിടക്കുമ്പോൾ ഞാനിവിടം വിട്ട് എങ്ങനെ പോകാനാണ്? അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിതിൽ ഒരു സങ്കടവുമില്ല. ഞാൻ ബാങ്കിൽ പോവുക. 5 മണിക്കാണെങ്കിൽ വരും. നേരത്തെ മരുന്ന് കഴിക്കണം. ടാറ്റ മോളെ. വൈകിട്ട് വരുന്ന വഴി ഡോക്ടറെ കൂടി കൊണ്ടുവരണം. പത്മനാഭൻ ചേട്ടൻ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? കല്യാണം നിശ്ചയിച്ച് മുഹൂർത്തത്തിന് മുൻപ് ചെറുക്കനോ പെണ്ണിനോ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുന്ന സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലേ എന്ന് വിചാരിച്ച് ആയുഷ്കാലം മുഴുവനും എവിടെ ഇങ്ങനെ നിർത്തിയിരുന്നാ മതിയോ? കുറുപ്പമാവും കൊണ്ടുവന്ന ആലോചന നല്ലതാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യും.
ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കൂടി അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ഉടനെ അവർക്ക് അറിയണമെന്ന്. കാർത്തികേയനെ, എന്റെ മക്കളില് ഒരാളെങ്കിലും സന്തോഷമായിട്ട് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതെ വരുമോ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് എന്താ ഫലം? ആകാവുന്നത്ര ഞാൻ പറഞ്ഞു നോക്ക് സീതയോട്. എന്താ സീത നീ ഇത്ര വീണ്ടും വിചാരമില്ലാതെ പെരുമാറുന്നത്? ചിറ്റമ്മേ, എന്നെ നിർബന്ധിക്കരുത്. ഒന്നിനും വയ്യാതെ ചേച്ചി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ, സോണിമോൾക്ക് ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റേതായ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് കഴിയില്ല. ചേച്ചി 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 സീതേ സീതേ ചേച്ചി, അയ്യോ അനക്കമില്ല കണ്ണു തുറക്കുന്നില്ല. ചേച്ചി, ചേച്ചി, അയ്യോ, അച്ഛാ, അച്ഛാ. ഭയപ്പെടാനൊന്നുമില്ല. ഈ സ്റ്റേജിൽ കിടക്കുമ്പോൾ ചിലപ്പോ കോമ ഉണ്ടായെന്ന് വരും. പൾസേറ്റ് സാധാരണ നിലയിലുണ്ട്. ഷീൽ ബി ഓൾ റൈറ്റ്. ഇങ്ങനെ ഇനിയും ഉണ്ടാകുമോ ഡോക്ടർ? പറയാൻ പറ്റില്ല സേതു. ഉണ്ടായെന്ന് വരും. ഉണ്ടായാൽ ചിലപ്പോൾ അത് നല്ലതിനുമാകാം, ദോഷത്തിനുമാകാം. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ.